താജ്മഹൽ എന്ന് പറയുന്ന പോമാണ് നമ്മൾ സാറ് കഴിഞ്ഞ ക്ലാസ്സും പഠിപ്പിച്ചതായിരുന്നു. താജ്മഹൽ അതിസുന്ദരമായ ഒരു എന്തുവാ സൗന്ദര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടാരമാണ് താജ്മഹൽ നിന്ന്. കണ്ടിട്ടുണ്ടോ നേരിട്ട് താജ്മഹൽ? ഇല്ല. പിക്ചറിൽ കണ്ടിട്ടുണ്ടോ? താജ്മഹൽ പിക്ചറിൽ കണ്ടിട്ടുണ്ടോ? പിക്ചറിൽ കണ്ടിട്ടുണ്ട് അല്ലേ? താജ്മഹലിൻ്റെ ഒരു ചിത്രം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ജസ്റ്റ് ഒരു ചിത്രം കാണണോ? നിൽക്കും, നോക്കട്ടെ. ഇത് 3D വ്യൂ കിട്ടുമോ നോക്കട്ടെ, അതാണ് നല്ലത്. ഞാൻ എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഓക്കെ ഓക്കെ. ലോഡാവാൻ ഇച്ചിരി സമയം എടുക്കും, ഇത്രേ ഉള്ളൂ കുഴപ്പം. ഞാൻ പ്രസൻറ്റ് ചെയ്ത് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്, നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. വന്നോളൂ, പതുക്കെ വന്നോളൂ. എൻ്റെ നെറ്റ് ഒന്നുകൂടെ സ്ലോ ആവുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നെറ്റ് കൂടെ എടുത്തപ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നെറ്റിൽ ഗൂഗിൾ എർത്ത് എടുത്തിട്ട് താജ്മഹൽ ഒന്ന് സെർച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല 3D വ്യൂ. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടാണോ എന്ന് വിചാരിച്ചിരുന്നേ. ഗൂഗിൾ എർത്ത് നടിച്ചിട്ട് താജ്മഹൽ എന്ന് കൊടുത്താൽ, ഇപ്പോൾ സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട, ക്ലാസ്സിന് ശേഷം നോക്കിയാൽ മതി. അതിൻ്റെ അകത്തെ അതിമനോഹരമായ കുത്തുപണികളും കാര്യങ്ങളും എല്ലാം, അകത്തെ വ്യൂവും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ താജ്മഹലിനുള്ളിൽ നിൽക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. ഗൂഗിൾ എർത്തിൽ താജ്മഹലിൻ്റെ പിക്ചർ എടുക്കണം, അപ്പോഴാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഓക്കെ. ഇപ്പോൾ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ സാറ് പറഞ്ഞല്ലോ. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെ മരണത്തിൽ അല്ലേ, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതതാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പം സാറ് പഠിപ്പിച്ചു കഴിഞ്ഞാണല്ലോ, ആർക്കൊന്ന് വായിക്കാം? ഞാൻ വിളിക്കണോ? ഞാൻ ആരാ ഇപ്പോൾ പറഞ്ഞേ? ശിവാനിയാണോ? സാറയാണോ? ഓക്കെ, എന്നാൽ സാറ വായര്. സാറ വായിച്ചു കഴിഞ്ഞിട്ട് സാറ ആദ്യം വായിക്കട്ടെ. സാറേ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് വായരേ സാറാ. Eternally heaved would stay. Okay. Who is solitary tear. Solitary. Okay. Who is the author of this poem? Okay, Rabindranath Tagore. Okay. ഇനി അടുത്ത ഒരാളോടൊന്ന് വായിക്കാമല്ലോ. നേരത്തെ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ ആരോ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? ആരാ? അനഘയാണോ? അനഘ. രണ്ടാമത് പറഞ്ഞത് ഹെലനയാണ്. എന്നാൽ ഓക്കെ, ഹെലന വായിച്ചേ. ഒരാളെ കൊണ്ടുകൂടെ വായിപ്പിക്കാം. ഹെലന, പെട്ടെന്ന് വായിക്കണേ. ഹെലന വായി. യു നോ അല്ല, ന്യൂ ആണ്. KNEW, ന്യൂ.
അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പോയമായി ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ സാറ് അത് പറഞ്ഞു കാണുമല്ലോ, ഡിസ്ക്രൈബ് ചെയ്ത് കാണുമല്ലോ. പറഞ്ഞോ? ആരും ഇല്ലേ ഇവിടെ? പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ തന്നെ വന്നിട്ടുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈല് തന്നാൽ എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. ഒരു പ്രൊഫൈല് തന്നാൽ എഴുതാനുള്ള ഒരു ഒരു സെൻറ്റൻസ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഈ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ. എന്തെല്ലാം ക്ലൂ തന്നാൽ, ഇപ്പം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനായിട്ടൊരു ക്ലൂ തന്നിരിക്കുകയെന്ന് വെച്ചാൽ, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ്. അദ്ദേഹം ജനിച്ചത്, ദെൻ ബോൺ, പ്ലേസ് ഓഫ് ബർത്ത് ഏതാണ്, ഫേമസസ്, നാഷണാലിറ്റി, നോട്ടബിൾ വർക്ക്സ്, നോട്ടബിൾ അവാർഡ്സ്, ഡൈഡ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പ്രൊഫൈൽ രൂപത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം എന്ത് ശ്രദ്ധിക്കണം? ആരെക്കുറിച്ചാണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. നെയിം ഓഫ് ദ പേഴ്സൺ. പ്രൊഫൈലായിട്ട് ഹെഡിങ് ആയിട്ട് എന്താ കൊടുക്കേണ്ടത്? നെയിം ഓഫ് ദ പേഴ്സൺ എന്ന് കൊടുക്കുക. പ്രൊഫൈലിന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് കൊടുക്കുക. രണ്ടാമതായിട്ട് എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ പാരഗ്രാഫിൽ സെൻറ്റൻസ് രൂപത്തിലാക്കുകയാണ്. സെൻറ്റൻസ് രൂപത്തിലാക്കുമ്പോൾ ആദ്യം ആ വ്യക്തിയുടെ പേര്, ഇപ്പോൾ ഇവിടെ എഴുതുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ, ഇനി ആ ഡേറ്റും വർഷവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ പ്ലേസും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. ഇത് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പഠിച്ചു വെക്കാവുന്ന ഒരു ഫോർമാറ്റ്. 10ാം ക്ലാസ് വരെയും നമുക്ക് പ്രൊഫൈൽ എഴുതാൻ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഹി കംപ്ലീറ്റഡ് ഹി സ്റ്റഡീസ് ഫ്രം, അപ്പോൾ അവൻ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ സെൻറ്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടൊന്ന് ചേർക്കാവുന്നത് ഹീസ് എൻ ഇന്ത്യൻ പോയിറ്റ് എന്ന് നമുക്ക് ചേർക്കാം. ഹീസ് എൻ ഇന്ത്യൻ പോയിറ്റ് എന്ന് എടുക്കാം. അങ്ങനെ നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ സെൻറ്റൻസ് കൂടെ ചേർക്കാം. ഇനി പേരൻസിനെ കുറിച്ചുള്ള വിവരം തന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഹിസ് മേജർ വർക്ക്സ് ആർ, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. പിന്നെ ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക്, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ ഏതൊക്കെയാണ്. പിന്നെ ഹി ഡൈഡ് ഓൺ, എന്നാണ് മരിച്ചത്. ഇനി വർഷമാണ് അതെങ്കിൽ ഹി ഡൈഡ് ഇൻ. ഇനി ഡേറ്റ് തന്നിരിക്കുന്നെങ്കിൽ, ഞാൻ വിളിക്കാത്തപ്പോഴെല്ലാം നീ ഓടി വരും, വിളിക്കുമ്പോൾ ഓടി വരുത്തുമില്ല. വിളിച്ചപ്പോൾ എവിടെ ആയിരുന്നു? അങ്ങനെ പ്രൊഫൈൽ എഴുതുന്നതിന് ആ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പ്രൊഫൈൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്, 5 മാർക്കിൻ്റെ, 5 or 6 മാർക്ക് മതി. പാരഗ്രാഫ് രൂപത്തിൽ എന്ന് വെച്ചാൽ ഈ ഹെഡിങ് എഴുതുന്നതിന് 1 മാർക്കുണ്ട്. ആ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്രൊഫൈലിന് ഹെഡിങ് കൊടുത്തിട്ട് ആരെക്കുറിച്ചാണോ എഴുതിയിരിക്കുന്ന ആ വ്യക്തിയുടെ പേര് എഴുതുന്നതിന് തന്നെ 1 മാർക്ക് അവിടെ ഉണ്ട്. പിന്നെ ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പാരഗ്രാഫിൽ നല്ല വൃത്തിയായിട്ട് പാരഗ്രാഫിൽ ഗ്രാമറും കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ ഗ്രാമറെല്ലാം വരുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ്, വാസ് ബോൺ ഓൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഫോമിൽ എഴുതിയിരുന്നാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക്, അതാ പറഞ്ഞാൽ 5 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടത്തില്ല. അത് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രം മതി. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് പഠിച്ചിരിക്കണം, നമുക്ക് അറിയേണ്ട കാര്യവുമാണ് കേട്ടോ. ഇനി അതുപോലെ ഒരു പോയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ഏത് പോയം പഠിച്ചാലും ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉണ്ടോ എന്നുള്ള അറിയണം. ഞാനത് കോമൺ ആയിട്ട് പറയുകയാണ്. ഈ ഒരു പോയത്തിലെല്ലാം ഉണ്ടാവണമെന്നില്ല, എന്നാലും ഏതൊരു പോയം പഠിച്ചാലും അതിനകത്തെല്ലാം നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കോമൺ ആയിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. നമുക്ക് ഇനിയുള്ള പാഠങ്ങളിലും ധാരാളം പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പം അതിലെല്ലാം നമുക്ക് വേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഓർക്കുന്നുണ്ടാവും. റൈമിങ് വേർഡ്സ് പഠിച്ചിട്ടുണ്ടോ? എന്തോ ആരാ വിളിച്ചേ? എനിക്ക് ഇത്രയും നേരം ഉണ്ട്. എനിക്ക് വായിക്കാൻ വിളിച്ചപ്പോഴത്തേന് എനിക്ക് പോക്കടിച്ചു. നേരത്തെ എനിക്ക് ലെഫ്റ്റ് ആയിപ്പോയി. അനഘ ഉണ്ടല്ലോ ഇവിടെ. വിളിച്ചില്ല. വിളിക്കുമ്പോൾ നീ ലെഫ്റ്റ് ആയിപ്പോ, അതൊന്നും നിന്നെ ഇനി വിളിക്കുന്നില്ല.
അതാ വിളിക്കുമ്പോഴാണ് നെറ്റ് കട്ടായി പോന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പേര് വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, കള്ളമാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. നമ്മൾ പോയമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഓർത്തിരിക്കേണ്ട 1-2, അത് എല്ലാ പോയത്തിലും ഉണ്ടാവണം എന്നില്ല. പക്ഷെ നിങ്ങൾ കോമൺ ആയിട്ട് ഓർത്തിരിക്കുക, ഒരു ബോക്സ് വരച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഞാൻ അന്നേരം ഓരോ പോയം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയണം ഇന്ന കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്കറിയേണ്ട 1-2 കാര്യങ്ങളാണ്. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാവോ? റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ അത് വരുന്നത് നമ്മളിപ്പോൾ ഒരു പോയത്തിൻ്റെ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ പോയൊന്നും ഓർക്കുന്നുമില്ലല്ലോ. നമ്മളൊരു പോയം എഴുതുകയാണ്. ആ പോയത്തിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വേർഡ് ഫൺ എന്നാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ് ഫൺ എന്നാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വേർഡ് സൺ എന്നുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ എൻഡ് ചെയ്തിരിക്കുന്ന വേർഡ്സ് നോക്കുക. ഫൺ, സൺ ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പോയം എടുത്താലും എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, ചിലതിൽ കാണും ചിലതിൽ കാണത്തില്ല. പക്ഷെ നമ്മൾ നോക്കണം, ഏതൊരു പോയം എടുത്താലും അതിൽ നോക്കണം ഈസ് ദർ റൈമിംഗ് വേർഡ്സ് ആർ പ്രസൻറ്റ്, റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഈ പോയത്തിലുണ്ടോ റൈമിംഗ് വേർഡ്സ്? ഒന്ന് ഓടിച്ചു നോക്കി, എവിടെയെങ്കിലും റൈമിംഗ് വേർഡ്സ് ഉണ്ടോ? എവിടെയെങ്കിലും ഏതിനകത്തിനെ ഉണ്ടോ? ഈ ഇടയ്ക്കുള്ള വേർഡെല്ലാം നോക്കണ്ടിയേ. ഇടയ്ക്കുള്ള വേർഡെല്ലാം നോക്കണ്ടിയത് നമ്മൾ എന്തോ സ്കൈയും സ്റ്റേയും അല്ല. ഇതിനകത്ത് ഞാൻ ഒരു കാര്യമോടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ പോയത്തിനകത്ത് റൈമിംഗ് വേർഡ്സ് ഒന്നുമില്ല. കാരണം ഇവിടെ എല്ലാത്തിൻ്റെ എൻഡിങ് നോക്ക്. ഇവിടെ ഷാജഹാൻ, ഹാൻ, ആ എൻഡിങ്ങിൽ ഇവിടെ വേറെ എങ്ങനെ വരുന്നില്ല. ഈ ഇടയ്ക്കുള്ള വേർഡല്ല നമ്മൾ റൈമിംഗ് വേർഡായിട്ട് നോക്കുന്നേ. ഒരു ലൈൻ എൻഡ് ചെയ്യുമ്പോഴുള്ള വാക്ക് നോക്കും. ഇപ്പം ഇവിടെ തന്നെ എൻഡ് ചെയ്തിരിക്കുന്നത് റിനൗൺ എന്നുള്ള വേർഡാണ്. റിനൗൺ എന്തോ കേൾക്കുന്നില്ല. ശിഖേ പറ, ബാക്കിയുള്ളവർ ഓടി വെപ്പേ. എന്തുവാ പറ, എന്തുവാ? സ്ലീപ്പും ഹോപ്പും അങ്ങനെ ആവുന്നേ റൈമിംഗ് വേർഡ്. സ്ലീപ്പ് എന്നാ വരുന്നേ, ഹോപ്പ് ഓപ്പ് അങ്ങനെ വരുന്നേ. രണ്ടും ഒരേ സൗണ്ട് അല്ലല്ലോ, രണ്ടും 2 സൗണ്ട് അല്ലേ? സ്ലീപ്പ് ഹീപ്പ് എന്ന് വന്നിരുന്നെങ്കിൽ ഈപ്പ് എന്നുള്ള ആ ഒരു എൻഡിങ് സൗണ്ട് ഒരുപോലെ ആകുമായിരുന്നു. അപ്പം അത് മിക്കവാറും അക്ഷരങ്ങളും അവസാനത്തെ അക്ഷരങ്ങളും ഒരുപോലെ ആയിരിക്കും. നമുക്കിവിടെ വരുമ്പം റൈമിംഗ് വേർഡ്സ് എങ്ങുമില്ലേ. നിങ്ങൾ നോക്കണ്ടേ, നിങ്ങൾ മിക്കവാറും കുറേ പേർക്ക് തെറ്റിക്കുന്നത് എന്താണെന്നറിയോ? ഇടയ്ക്ക് വെച്ചുള്ള വേർഡ്സ് നോക്കും, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരുപോലെ ഉണ്ടോ എന്ന് നോക്കുക. അത് തെറ്റാണ്. നമ്മുടെ ഒരു പോയത്തിൻ്റെ ഒരു ഫുൾ സെൻറ്റൻസ് നോക്കുക, അതിലെ അവസാനത്തെ അക്ഷരം, അവസാനത്തെ വാക്ക് വേണം നോക്കാൻ. അവസാനത്തെ വാക്കിൻ്റെ അതേ സൗണ്ടിലുള്ള വേർഡ്സ് അടുത്തതിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിപ്പോൾ ഈ പോയത്തിനകത്ത് നമുക്ക് റൈമിംഗ് വേർഡ്സ് ഇല്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉള്ളപ്പം നമ്മൾ നോട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഇല്ല. എക്സാമ്പിൾ അന്നേരം ഇത്, പക്ഷേ ഏതൊരു പോയം വരുമ്പോഴും ഇതുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ചില പോയമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കണ്ടുപിടിക്കാനായിട്ടുണ്ടാവും. അന്നേരം ഞാൻ ഇതിനകത്ത് റൈമിംഗ് വേർഡ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ അന്നേരം ഒന്നേന്ന് ഞാൻ പഠിപ്പിക്കത്തില്ല. ഒരു പോയം പഠിക്കുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പറയുകയാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ വേണം നമ്മളൊരു പോയം പഠിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ അതിനകത്ത് തന്നെ രണ്ടാമതായിട്ടുള്ളതാണ് റൈമിംഗ് വേർഡ്സുമായി ബന്ധപ്പെട്ടാണ് റൈമിംഗ് പാറ്റേൺ എന്ന് പറയും. എന്താണ് റൈമിംഗ് പാറ്റേൺ? എന്തോ റൈമിംഗ് പാറ്റേൺ, അതായത് ഈ റൈമിംഗ് വേർഡ്സ്, അത് നമ്മളൊരു സെൻറ്റൻസിൻ്റെ അവസാനത്തെ അക്ഷരം ഒരു സൗണ്ടിൽ എൻഡ് ചെയ്യുന്നു. അതേ സൗണ്ടിൽ, ഇപ്പോൾ ഫൺ എന്ന് പറയുന്ന ഒരു സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന അതേ സൗണ്ട് തന്നെയല്ലേ സണ്ണിനും ഉള്ളത്. ഇനി അതിൻ്റെ ഒരു മൂന്നാമത്തെ ലൈൻ വരികയാണ്. മൂന്നാമത്തെ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് വെക്കുക. അതിൻ്റെ ആ ലാസ്റ്റ് സൗണ്ട് സ്ലീപ്പ് എന്നാണ്.
അതിൻ്റെ 4ാമത്തെ ലൈനിൻ്റെ ലാസ്റ്റ് സൗണ്ട് ഹീപ്പ് എന്നാണ്. അപ്പം ഇത് രണ്ടും ഒരു റൈമിംഗ് വേർഡ് ആണല്ലോ. ആദ്യത്തെ രണ്ടും ഒരു സെറ്റ് റൈമിംഗ് വേർഡ് ആണല്ലോ. അപ്പം ഇത് ഇത്രയും കൂടെ ആകുമ്പോൾ ഒരു സ്റ്റാൻസയായി. 4 ലൈൻസ് ആകുമ്പോൾ ഒരു സ്റ്റാൻസയായി അല്ലേ? 4 ലൈൻസ് ആകുമ്പോൾ ഒരു സ്റ്റാൻസയാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ റൈമിംഗ് പാറ്റേൺ, ഇപ്പോൾ റൈമിംഗ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഏകദേശം മനസ്സിലായി. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ പെയേഴ്സായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഫൺ സൺ ഒരു പെയറായിട്ട് വേണം എഴുതാൻ. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഫണ്ണും സണ്ണും, ഫണ്ണെന്ന് എഴുതുക, ഒരു ഹൈഫൺ കൊടുക്കുക, സണ്ണെന്ന് എഴുതുക. അല്ല, പെയറാണ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ജോഡികളായിട്ടായിരിക്കും ഉള്ളത്, അത് ഓർക്കണം. ഇനി റൈമിംഗ് പാറ്റേൺ കണ്ടുപിടിക്കാൻ നേരം ഒരു സ്റ്റാൻസയാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു സ്റ്റാൻസയിൽ ആദ്യത്തെ ലൈനിൻ്റെ അതായത് റൈമിംഗ് വേർഡ്സിനെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ആദ്യത്തെ ലൈനിൻ്റെ അല്ലെ ആദ്യത്തെ റൈമിംഗ് വേർഡിൻ്റെ സൗണ്ട് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. റൈമിംഗ് പാറ്റേൺ എന്തോ സംശയം ചോദിച്ചാണോ? എന്തോ സാറാ പാറ്റേൺ? ഓക്കെ. നമ്മൾ ആദ്യത്തെ സൗണ്ട് ഞാൻ ഇച്ചിരി ദൂരം വെച്ച് എൻ്റെ ഫോൺ അടുത്തോട്ട് കൊണ്ടുവന്നായിരുന്നതാ. ഇപ്പം ശരിയായില്ലയോ? ഓക്കെ. ആദ്യത്തെ സൗണ്ട് ഫൺ എന്നുള്ള സൗണ്ടിന് ഞാൻ എ എന്നുള്ള ഒരു അക്ഷരം അങ്ങ് വെച്ച് സൂചിപ്പിച്ചു. അതേ സൗണ്ടല്ലേ സണ്ണിനുള്ളത്? ഫണ്ണിൻ്റെ അതേ സൗണ്ടല്ലേ സണ്ണിനുള്ളത്? അപ്പോൾ അതേ സൗണ്ട് തന്നെ ആയതുകൊണ്ട് ഞാൻ അവിടെയും എ എന്ന് തന്നെ കൊടുത്തു. ഒരു സ്റ്റാൻസയാണ് നമ്മൾ റൈമിംഗ് പാറ്റേണായിട്ട് വരുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ സണ്ണിൻ്റെയോ ഫണ്ണിൻ്റെയോ സൗണ്ടാണോ? അല്ല, വ്യത്യാസമാണ്. അപ്പോൾ അതിന് ഞാൻ ബി എന്ന് കൊടുത്തു. ഇനി അതേ സൗണ്ട് തന്നെയല്ലേ ഹീപ്പിനുള്ള, സ്ലീപ്പിൻ്റെ അതേ സൗണ്ട് തന്നെയല്ലേ ഹീപ്പിനുള്ള, അപ്പോൾ അവിടെയും ബി എന്ന് കൊടുത്തു. അപ്പം 4 ലൈൻസ് ഉള്ള ഒരു സ്റ്റാൻസയായിരുന്നു നമുക്കുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ പറഞ്ഞോ. ഒരേ സൗണ്ടാണ് എൻഡ് ചെയ്യുന്നത്, ഒരേ സൗണ്ടാണെങ്കിൽ സ്പെല്ലിങ്ങിൻ്റെ മാത്രമല്ല ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും റൈമിംഗ് വേർഡ്സിൻ്റെ എല്ലാം ഒരേ സ്പെല്ലിങ്ങിൽ എൻഡ് ചെയ്യുമ്പോൾ മിക്കവാറും ഒരേ സൗണ്ട് വരും. നമ്മളിപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. HEAP ഹീപ്പും HEEP ഹീപ്പും രണ്ടും അർത്ഥ വ്യത്യാസമാണ്, സ്പെല്ലിങ് വ്യത്യാസമാണ്. പക്ഷെ അതേ എൻഡിൻ്റെ സെയിം സൗണ്ട്, ഒരേ സൗണ്ടിലല്ലേ എൻഡ് ചെയ്യുന്നത് അല്ലേ? സ്പെല്ലിങ് വ്യത്യാസമാണെങ്കിലും ഒരേ അപ്പോൾ അതൊരു റൈമിംഗ് വേർഡായി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഇത് പ്രത്യേക ഒരു പോയവുമായി ബന്ധപ്പെട്ട ജനറൽ ഫാക്ട്സ് എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം ഏത് പോയം നമ്മൾ പഠിച്ചാലും ഈ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ബേസ് ചെയ്ത് വേണം പോകാനായിട്ട് കേട്ടോ. അത് ജനറൽ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ബുക്കിലോട്ട് കുറിച്ച് വെച്ചേക്കണം. റൈമിംഗ് വേർഡ്സ് എന്താണ്? ഈ പോയത്തിനകത്ത് നമുക്ക് റൈമിംഗ് വേർഡ്സ് റൈമിംഗ് പാറ്റേൺ ഇല്ല. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കണ്ടുപിടിക്കാം, ഇവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ വേറെ പോയംസ് വരുമ്പോൾ ഉണ്ടാവും താനും, അത് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ഇപ്പോൾ റൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ റൈമിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ AABB, ഇതാണ് റൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതേ ഉള്ളൂ. റൈമിംഗ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഉള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൈമിംഗ് വേർഡ്സിന് ഒരു സൗണ്ട്, ആദ്യത്തെ ഒരു സൗണ്ട് ഫൺ എന്നുള്ളത് ഒരു റൈമിംഗ് വേർഡ് ആണെങ്കിൽ നമ്മൾ അക്ഷരമാല ABCD എന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ആ സൗണ്ടിന് ഓരോ അക്ഷരങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫൺ എന്ന് പറയുന്നതിന് A എന്നുള്ള ഒരു അക്ഷരം കൊടുത്താൽ അതേ സൗണ്ട് തന്നെ എവിടെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നോ അവിടെ എല്ലാം A കൊടുക്കണം. ഫൺ എന്നുള്ള അതേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏതെല്ലാം ലൈൻസ് ഉണ്ടോ, ഏതെല്ലാം സ്റ്റാൻസയിലുണ്ടോ അവിടെ എല്ലാം A എന്ന് തന്നെ കൊടുക്കുക. ഇനി B എന്നുള്ള എന്തോ കേട്ടില്ല? KNO ആണോ റൈമിംഗ് വേർഡ്സാ? അതെ, ആണല്ലോ റൈമിംഗ് വേർഡ്സാ. എന്നുവെച്ചാൽ ഒരേ സൗണ്ട്, എപ്പോഴും സ്പെല്ലിങ് സെയിം ആവണമെന്നില്ല. ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ
അതിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ റൈമിംഗ് വേർഡ്സിൻ്റെ റൈമിംഗ് പാറ്റേൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യത്തെ ഒരു ലൈനിൻ്റെ സൗണ്ട് നോക്കുക. ആ സൗണ്ട് നമ്മൾ എ എന്നുള്ള ഒരു അക്ഷരം കൊണ്ടങ്ങ് സൂചിപ്പിച്ചു. ഇനി അതേ സൗണ്ട് ഏതെല്ലാം സ്റ്റാൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നു അവിടെ എല്ലാം ഇതേ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നിടത്തെല്ലാം എ എന്ന് കൊടുക്കുക. നമ്മൾ പിന്നെ ആദ്യത്തെ ഒരു സ്റ്റാൻസയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഓരോ പ്രാവശ്യം എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഓരോ സ്റ്റാൻസയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്ന 4 ലൈൻസ് ചേർന്നിട്ടുള്ളതാണെങ്കിൽ അവിടുത്തെ പാറ്റേൺ എന്താണെന്ന് നോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫൺ എന്നുള്ള സൗണ്ട് തന്നെ രണ്ടാമത്തെ ലൈനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എ എന്ന് കൊടുത്തു. സ്ലീപ്പ് എന്നുള്ള സൗണ്ട് തന്നെ രണ്ടാമത്തെ ലൈനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ബി എന്ന് കൊടുത്തു. ഇനി അതല്ല ഇത് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് വെച്ചോ, ഫണ്ണ്, സ്ലീപ്പ്, സൺ, ഹീപ്പ് ഇങ്ങനെ തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ? എ, സ്ലീപ്പ് എന്നുള്ളത് വേറെ ആയതുകൊണ്ട് ബി, ഫണ്ണിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ട് ബി എന്ന് കൊടുത്തു. വീണ്ടും സൺ, ഫണ്ണിൻ്റെ അതേ സൗണ്ട് തന്നെയാണ്. അപ്പോൾ വീണ്ടും എന്താ? എ, പി. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്തായി? എ ബി, എ ബി. പാറ്റേൺ ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ അക്ഷരങ്ങൾ നമ്മൾ സ്റ്റാൻസയിൽ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയിട്ട് ഓരോ സ്റ്റാൻസയിൽ ആദ്യത്തെ ഒരു സ്റ്റാൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയാവും. അതിൽ നിന്ന് അടുത്ത സൗണ്ട് വരുമ്പോൾ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, വേറെ സൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ പാറ്റേൺ ഏതാണെന്നുള്ളത് ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് നിങ്ങൾ കറക്റ്റായിട്ടാണോ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളത്. ക്ലിയർ ആയോ റൈമിംഗ് പാറ്റേൺ എന്താണെന്ന്? ഓക്കെ. എന്തോ സംശയമാണോ? ഓക്കെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടറുണ്ട് നമ്മുടെ പോയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമേജസ്. ഇതൊന്ന് വായിച്ചോട്ടെ. നമ്മൾ ചില പോയം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില ശബ്ദങ്ങൾ അല്ലെ അത് കുറച്ച് വിഷ്വൽസ് അല്ലേ കുറച്ച് ഇമേജസ് കയറി വരും. അങ്ങനെയുള്ള ഇമേജസ് നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിത്രമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിഷ്വൽ ഇമേജ് എന്ന് പറയും. എന്താ പറയുന്നത്? വിഷ്വൽ ഇമേജ്. വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ വേർഡ് പിക്ചർ എന്നും അതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ വേർഡ് പിക്ചർ എന്നും പറയും. വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ വേർഡ് പിക്ചർ. അത് നല്ല ബാരൻ ഫീൽഡ് എന്ന് വന്നാൽ ഒരു പോയത്തിലുള്ളതാണ് ബാരൻ ഫീൽഡ്, തരിശ് ഭൂമി. അപ്പം നമുക്ക് മനസ്സിൽ എന്തായാലും അങ്ങനെ ഒരു തരിശ് ഭൂമി നമ്മുടെ കൺമുന്നിലും അല്ലെ മനസ്സിലും വരത്തില്ല, ഒരു ചിത്രം നമുക്ക് മനസ്സിൽ വരത്തില്ലേ? അങ്ങനെയുള്ളതിനെ വിഷ്വൽ ഇമേജ് എന്ന് പറയും. ഈ പോയത്തിൽ വിഷ്വൽ ഇമേജ് ഉണ്ട് കേട്ടോ. അതുപോലെ അടുത്തൊരു ഇമേജാണ് ഓഡിറ്ററി ഇമേജ്. എന്തായിരിക്കും ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പം? സൗണ്ട്. അത് ചില ശബ്ദങ്ങൾ നമുക്കും അത് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. ബേർഡ്സിൻ്റെതായ ഒരു കരച്ചിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു പോയം വരുവാണെങ്കിൽ ഇവിടെയും അങ്ങനെ ഒരു ഓഡിറ്ററി ഇമേജ് ഉണ്ട് കേട്ടോ. ഈ പോയത്തിൽ ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജും ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മളിത് പറഞ്ഞതിന് ശേഷം പറയാം, കോമൺ ആയിട്ടുള്ളത് പറഞ്ഞതിന് ശേഷം പറയാം. പിന്നെ നമുക്ക് അടുത്തുള്ളതാണ് സിമിലി. അത് നിങ്ങൾക്കറിയാമോ? ഉപമ, സിമിലി. അതും ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണ സിമിലി പറയുമ്പം ഒന്നിനെ വേറൊന്നിനോട് താരതമ്യം ചെയ്യാണ്, ഇതുപോലെ അത് എന്നുള്ള രീതിയിൽ. അത് മിക്കവാറും എല്ലായിടവും ആ ഒരു സിമിലി ഉണ്ടെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും സിമിലി ഉണ്ട്, ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഒരെണ്ണമാണ് മെറ്റഫോർ. മെറ്റഫോറും ഒരു താരതമ്യമാണ്. പക്ഷെ അവിടെ വരുമ്പോൾ ഈസ് എന്നുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് അവിടെ മെയിനായിട്ടും വരുന്നത്. ടൈം ഈസ് മണി, ടൈം ഈസ് മണി, അതൊരു മെറ്റഫോറാണ്. അത് നമുക്കൊരു കമ്പാരിസൺ, രണ്ടെണ്ണത്തിനെ തമ്മിൽ താരതമ്യം ചെയ്യാനാണ് സിമിലി മെറ്റഫോർ. അത് തമ്മിൽ തെറ്റിപ്പോകരുത്. അതും സിമിലി മെറ്റഫോറും ഞാൻ ഇവിടെ ഒരെണ്ണം നിൽക്കുന്ന ഓർക്കാനായിട്ട് എടുത്തിട്ടിരുന്നു. നോക്കട്ടെ ഉണ്ടോയെന്ന് കാണിക്കാം. സിമിലി മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ കാണാമോ? അത് സിമിലി മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. സിമിലി കമ്പേഴ്സ് ടു ഡിഫറെൻറ്റ് തിങ്സ്. മെറ്റഫോറും എന്താണ്? കമ്പേഴ്സ് ടു ഡിഫറെൻറ്റ്, രണ്ടും ഒരേ സംഭവം തന്നെയാണ്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ അല്ലെ വ്യത്യസ്തമായ സംഭവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. പക്ഷെ സിമിലിയിൽ വരുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് ഇത് മാത്രം നോക്കുമ്പോൾ നമുക്ക് സിമിലി അറിയാൻ പറ്റും. മെറ്റഫോർ വരുമ്പോൾ ഈസ് നോട്ട്ബുക്കിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആണ് ഇത് എന്നും നമുക്ക് വേണ്ടുന്നതാണ്. സിമിലി മെറ്റഫോറും ഒക്കെ തുടർന്ന് എന്തോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക്
ഞാൻ ഈ ജനറൽ ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു പോയത്തിൽ പറയുന്നതെല്ലാം നമുക്ക് പിന്നീട് എല്ലാ പോയം പഠിക്കുമ്പോൾ ഇപ്പോഴേ ഈ 8ാം ക്ലാസ്സിലെ ബേസ് തൊട്ടങ്ങ് പോയാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അങ്ങോട്ടങ്ങോട്ട് വരുന്നതനുസരിച്ച് ഓരോന്നും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആദ്യമേ ആ ഒരു പോയവുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഓരോ പോയം നമ്മൾ നോക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മളന്നേരം ഇതിലൂടെ കടന്നു പോവുക. അപ്പം നിങ്ങൾക്ക് അത്രയും തറവാകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജനറൽ ഫാക്ട്സ് ആയിട്ട് തന്നെ ജനറൽ പോയിന്റ്സ് ആയിട്ട് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കി. ഹി വാസ് ആസ് ക്വയറ്റ് ആസ് എ മൗസ്. എലിയെ പോലെ ശാന്തനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലിയെ പോലെ ശാന്തനാണ്. ആസ് എന്നുള്ള എലിയോടൊപ്പം അതിനെ താരതമ്യം ചെയ്തിരിക്കുക. ഹി സ്വം ലൈക്ക് എ ഫിഷ്. ഫിഷിനെ പോലെ അവൻ സ്വിം ചെയ്യുന്നു. അത് ലൈക്ക്. അപ്പം അത് ഫിഷുമായിട്ട് അവളുടെ സ്വിമ്മിങ്ങിനെ ഫിഷുമായി താരതമ്യം ചെയ്തു. എന്നാൽ മെറ്റഫോർ വരുമ്പോഴും ഒരു താരതമ്യമാണ്. അലി ഈസ് എ വാക്ക് ഇൻ ഡിക്ഷണറി. ശരിക്കും ഡിക്ഷണറി നടന്നു പോകത്തില്ലല്ലോ. പക്ഷെ അലിയെ എന്താണ് ഡിക്ഷണറിയുടെ പ്രത്യേകത എന്താ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ വാക്ക് ഇൻ ഡിക്ഷണറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? എപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡിക്ഷണറി ആണെന്നർത്ഥം. എന്നുവെച്ചാൽ ധാരാളം അറിവുള്ളതായ വ്യക്തിയാണ്. അപ്പോൾ അലിയെ ഒരു ഡിക്ഷണറിയോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമുക്ക് കമ്പാരിസൺ ഈസ് ഉപയോഗിച്ച്. ടൈം ഈസ് മണി. സമയത്തിനെ പണത്തിനോട്, അതായത് ഓരോ സമയവും മൂല്യമുള്ളതാണ്. അപ്പോൾ അവിടെ ഈസാണ് അവിടെ മിക്കവാറും കമ്പാരിസനായിട്ട് വരുന്നത്. ഈ 2 വാക്കുകൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പാരിസൺ മനസ്സിലാവും. സിമിലിയുടെ മെറ്റഫോറിൻ്റെയും തന്നെ. ലൈക്കും അസും വന്ന സിമിലിയാണെന്നും ഈസ് മാത്രം യൂസ് ചെയ്താൽ മെറ്റഫോറാണും കമ്പാരിസൺ ആണോ നോക്കിയിരിക്കണം. അപ്പോൾ അതും പോയത്തിൽ കോമൺ ആയിട്ടുള്ളതാണ് സിമിലിയും മെറ്റഫോർ. പിന്നെ നമുക്കുള്ള ഒരു ഭാഗമാണ് അലിട്രേഷൻ ആൻഡ് എന്തോ സംശയമാണോ? ഓക്കെ. പിന്നുള്ളത് അലിട്രേഷൻ, അസനൻസ്. ഇത് രണ്ടും പ്രത്യേകം ഓർത്തിരിക്കണം. ഇവിടെ ഇത്തിരി സ്പേസ് വന്നു പോയത് കേട്ടോ. അവിടെ സ്പേസ് ഇല്ലേ? അലിട്രേഷനും അസനൻസും. ഇനി എന്താണ് അലിട്രേഷൻ, എന്താണ് അസനൻസ് എന്നറിയണം. നമുക്ക് ഇപ്പം ഒരേ സൗണ്ട് വവൽസ് അല്ലാത്ത കൺസണൻസ് ഉണ്ടല്ലോ. വവൽസ് ഏതൊക്കെയാണെന്നറിയാമല്ലോ? വവൽസ് ഏതൊക്കെയാണ് വവൽസ്? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു ആണ് നമ്മുടെ വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട്സ് അല്ലാത്തുള്ളതിനെ കൺസണൻസ് എന്ന് പറയും. ആ കൺസണൻസ് വരുന്ന കൺസോണൻസ് അല്ല കൺസണൻസ് വരുന്നതായ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു ലൈനിൽ ഇപ്പം തേഴ്സ്റ്റി ഒരു വാക്ക് ഓർക്കുന്നില്ലല്ലോ. തേഴ്സ്റ്റി ടൈം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് യൂസ് ചെയ്തതാണ്. തേഴ്സ്റ്റി ടൈം. അപ്പോൾ അവിടെ ഒരു ലൈനിൽ നമ്മുടെ ഒരു പോയത്തിൻ്റെ ഒരു ലൈനിൽ തന്നെ കൺസണൻസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരിക, അടുത്തടുത്തായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരിക. ടി അടുത്തടുത്തുള്ള ഒരു വാക്കാണ്. അതിൽ രണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഏത് അക്ഷരത്തിലാണ്? ടിയിലാണ്. ടി എന്ന് പറയുന്ന വവലല്ല, കൺസണൻ്റ് ആണ്. അപ്പോൾ ഒരു ഫ്രേസിൽ തന്നെ, ഒരു സെൻറ്റൻസിൽ തന്നെ, അല്ലെ ഒരു ലൈനിൽ തന്നെ അടുത്തടുത്തുള്ള വാക്കുകൾ ഒരേ അക്ഷരത്തിൽ വന്നാൽ അത് അലിട്രേഷൻ്റെ കൂട്ടത്തിൽ വരും. അതേതിൻ്റെ കൂട്ടത്തിൽ വരും? അലിട്രേഷൻ. ഇനി അസനൻസ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട്സ് ഒരു ലൈനിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഒരേ വവൽ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരിക. ഞാനിപ്പോൾ ഒരെണ്ണം ഓർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഒരു ലൈനിൽ ഇപ്പം തേഴ്സ്റ്റി കഴിഞ്ഞിട്ട് ഇപ്പം ആൻഡ് ടൈം എന്ന് തന്നാലും ഓക്കെ, തേഴ്സ്റ്റി ആൻഡ് ടൈം എന്ന് തന്നാലും ഓക്കെ. അവിടെയും ആ ലൈനിൽ തന്നെ ടി അടുത്താണല്ലോ, ഒരു ആൻഡ് ഉണ്ടെന്നല്ല ഉള്ളു. മിക്കവാറും അലിട്രേഷൻസിലെല്ലാം അടുത്തടുത്തായിരിക്കും വരുന്നത്. ഇല്ല രണ്ടും തുടക്കത്തിലാണ്. തുടക്കത്തിൽ എൻഡിലും എന്നുള്ളതല്ല, രണ്ട് വേർഡ്സിനും സ്റ്റാർട്ടിങ്ങിലായിരിക്കും ടി ഉള്ളത്. അതൊത്തിരി ഗ്യാപ്പ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അലിട്രേഷൻ സൗണ്ട്സ് എല്ലാം, മിക്കവാറും എല്ലാ അലിട്രേഷൻ സൗണ്ട്സും അടുത്തടുത്തുള്ള രണ്ട് വേർഡ്സ് ആയിരിക്കും. ഒരു ലൈനിൽ തന്നെ അടുത്തടുത്തുള്ള രണ്ട് വേർഡ്സ് ഒരേ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഒരേ കൺസണൻറ്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അത് ഈ പാഠത്തിൽ അലിട്രേഷൻ അസനൻസ് ഞാൻ കണ്ടില്ല.
അങ്ങനെയുള്ള പോയം വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ, നോട്ട് ചെയ്തിരുന്നാൽ മതി. ഓർത്തിരിക്കണം അലിട്രേഷൻ എന്താണ്, അസനൻസ് എന്താണെന്ന് ഓർത്തിരിക്കാം. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പിടികിട്ടിയോ? വവൽസ് അല്ലാത്തതായ കൺസണൻറ്റ് സൗണ്ട്സ് ഒരു സെൻറ്റൻസിൽ തന്നെ, ഒരു ലൈനിൽ തന്നെ അടുത്തടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. ഇനി അസനൻസ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട്സ് ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ, ഹീ ഫീൽസ് വെരി എന്തെങ്കിലും ഒരു വേർഡ് ആയിക്കോട്ടെ. നമ്മൾ ഈ എന്ന് പറയുന്ന വവൽ സൗണ്ട് കണ്ടോ, ഈ ആ ലൈനിൽ മൊത്തം ഈ റിപ്പീറ്റ് ചെയ്യുമല്ലേ, അപ്പോൾ അത് ഏതിൻ്റെ കൂട്ടത്തിൽ വരും? അസനൻസിൻ്റെ കൂട്ടത്തിൽ വരും. വവൽ സൗണ്ട്സ് ഒരു ലൈനിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്താൽ അത് അസനൻസിൻ്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഒരു പോയത്തിന് കോമൺ ആയിട്ട് നമ്മൾ ഏതൊരു പോയം പഠിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞേ? റൈമിംഗ് വേർഡ്സ് ഉണ്ടാവാം. റൈമിംഗ്, ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചാൽ റൈമിംഗ് പാറ്റേൺ കണ്ടുപിടിക്കാൻ അറിയാം. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും പെയേഴ്സായിട്ടാണ് എഴുതുന്നതെന്ന് ഓർക്കണം കേട്ടോ. ജോഡിയായിട്ടേ അത് റേഞ്ച് പോകുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത്. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ ഇട്ട് തരാം. റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലിങ്ക് ഇട്ട് തരാം. ഇപ്പോൾ റൈമിംഗ് വേർഡ്സ് റൈമിംഗ് പാറ്റേൺ ഏകദേശം ലിങ്ക്ഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇമേജസിൻ്റെ കാര്യമാണ്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, പിന്നെ കമ്പാരിസൺ, അതാണ് സിമിലി, മെറ്റഫോറ്, പിന്നെ പറഞ്ഞ ഏതാണ്? അലിട്രേഷനും അസനൻസും. ഇത്രയും കാര്യങ്ങൾ പോയത്തിൽ കോമൺ ആയിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആക്ടിവിറ്റിയിലോട്ടൊന്ന് കടന്നാലോ? ഈ പാഠത്തിൻ്റെ ഓക്കെ, ആക്ടിവിറ്റി എടുത്ത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ പാഠം ആക്ടിവിറ്റി ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ എഴുതിക്കോളുമല്ലോ, നോട്ട്ബുക്കിലൂടെ എഴുതിയേക്കണേ. ഇതിൻ്റെ സമ്മറി ഇട്ട് തരാം, സമ്മറിയോടെ എഴുതിയേക്കണം. താജ്മഹൽ പോയതിൻ്റെ സമ്മറി ഇട്ട് തരാം, സമ്മറി ബുക്കിൽ എഴുതണേ. ഈ ക്വസ്റ്റൻ ആൻസേഴ്സോടെ ബുക്കിൽ എന്തോ ഈ ക്വസ്റ്റൻ ആൻസറും ബുക്കിൽ എഴുതണേ. കാരണം നിങ്ങൾക്ക് പോയത്തിൽ നിന്ന് ക്വസ്റ്റൻ ആൻസേഴ്സ് പോയം തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റൻ ആൻസേഴ്സ് എഴുതാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റൻ ആൻസേഴ്സ് പഠിച്ചിരിക്കണം. വേണ്ട, അതെന്ന് പറയുന്നത് അത് നമ്മളല്ലാതെ തന്നെ പാരഗ്രാഫ് 1-2 ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ എഴുതാനായിട്ട്? 1-2 ക്വസ്റ്റ്യൻസ് പാരഗ്രാഫിൽ നിന്ന് തന്നെ അല്ലാതെ തന്നില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ടെക്സ്റ്റിൽ എഴുതിയിരുന്നാലും മതി, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ബുക്കിൽ എഴുതിയാൽ മതിയായിരുന്നു. അതിന് പകരം സമ്മറിയൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഈ പോയത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബുക്കിൽ എഴുതണമെന്ന് പറയാൻ കാരണം പോയത്തിലെ ചില വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ആ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ ഇവിടെ തന്നെ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, ഇമ്പീരിയർ. അതെ, വൈ ഈസ് ഇമ്പീരിയർ പവർ കമ്പയർഡ് ടു ദ സ്പ്ലെൻഡർ ഓഫ് സൺസെറ്റ്? അവിടെ ഒരു കമ്പാരിസനാണ്. അപ്പോൾ ആ ഇമ്പീരിയൽ പവറിനെ എന്തുകൊണ്ടാണ് സൺസെറ്റിൻ്റെ സ്പ്ലെൻഡറുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ അതൊരു കമ്പാരിസനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് പോയം നല്ല രീതിയിൽ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ സാർ അതെല്ലാം പറഞ്ഞു കാണും. അങ്ങനെയെങ്കിൽ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അതിൻ്റെ 6ാമത്തെ എന്തോ ചോദിച്ചോ? ആക്ടിവിറ്റീസ് ബുക്കിൽ എഴുതണം. കാരണം അവിടെ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിമിലിയും കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സിമിലിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി 1 നോക്കി. ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 6ഉം ഏകദേശം ഒരുപോലെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ 6 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആക്ടിവിറ്റി 1ലേക്ക് പോവാം. പേജ് നമ്പർ 38, ആക്ടിവിറ്റി 1. ഹാവ് യു സീൻ? ഓക്കെ. ആരാ ക്വസ്റ്റ്യൻ വായിക്കുന്നത്? അർച്ചന, ക്വസ്റ്റ്യൻ വായിക്കാവോ? വിളിച്ചാൽ ചിലപ്പോൾ ലെഫ്റ്റ് ആയിപ്പോ, പേടിയാ വിളിക്കാൻ. എന്തേ അർച്ചനെ? അർച്ചന ഒന്ന് വായിക്കാവോ? വായിക്കാൻ തുടങ്ങിയാൽ ലെഫ്റ്റായി പോവോ? ആക്ടിവിറ്റി 1 ക്വസ്റ്റ്യൻ വായിക്കാൻ. പേജ് നമ്പർ 38 ആക്ടിവിറ്റി 1 ക്വസ്റ്റ്യൻ. വൈര്. ഇൻ ദിസ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ പോയം എന്ന് വായിക്കുന്നത് പോംനെ വായിക്കാവുള്ളൂ കേട്ടോ. പോം, പോയം അല്ല, പോം. ഓക്കെ, വായിച്ചോ. ഓക്കെ,
സിമിലി എന്താണെന്നവിടെ പറയുന്നുണ്ട്. സിമിലിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡ്രോസ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ അസ്. ലൈക്ക് അല്ലെങ്കിൽ അസ് വെച്ചിട്ട് രണ്ട് വസ്തുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോയത്തിൽ സിമിലി ഉണ്ട്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ സിമിലി ദേർ? ഓരോ ലൈൻസ് ഒന്ന് നോക്കിയേ. ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ച് കമ്പയർ ചെയ്തിരിക്കുന്ന എവിടെ ഉണ്ടെന്ന് നോക്കി. ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ അല്ലേ? ഇപ്പോൾ സിമിലി ആണത്. ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇനി വേറെ ഉണ്ടോ? എവിടെ? അവിടെ ബട്ട് എന്തായാലും നമ്മൾ കൊടുക്കണ്ട. എവിടെ നിന്ന് കൊടുത്താണ്? ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഇതെല്ലാം സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണല്ലോ. റെയിൻബോ. അപ്പം ആ രണ്ടെണ്ണം ഏതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാം? സിമിലി. വേറെ സിമിലി ഇല്ലല്ലോ അവിടെ. ഇല്ല. മെറ്റഫോറും ഇല്ലല്ലോ അവിടെ. ഈസ് വെച്ചിട്ടുണ്ടോ? മെറ്റഫോർ കമ്പയർ ചെയ്യുന്ന ഈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പോൾ ഇവിടെ സിമിലി ഉണ്ട്, മെറ്റഫോർ ഇല്ല. രണ്ടും തമ്മിൽ മെറ്റഫോർ എവിടെ ഉണ്ട്? ആര് കണ്ടുപിടിച്ച മെറ്റഫോറിനെ? എന്തിയേ മെറ്റഫോർ? ഇല്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഉണ്ടെന്ന് ഞാൻ കേട്ടെ. അപ്പോൾ സിമിലി മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ, അത് ഓർത്തിരിക്കണേ, തെറ്റിക്കരുത് കേട്ടോ. ഇവിടെ നമുക്ക് സിമിലി ഉണ്ട്, ഇവിടെ മെറ്റഫോർ ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സിമിലി മെറ്റഫോർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടും എന്താണെന്ന് അറിയത്തില്ല എന്ന് ഇനി പറയരുത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഏതാ സിമിലി മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസമോ? ഏതാ ഇത്? ഇവിടെ പോയത്തിനകത്തുള്ളതാണോ? പോയത്തിനകത്തുള്ള സിമിലിയാണോ? ഈ പോയത്തിനകത്തുള്ള സിമിലിയാണോ? അത് കണ്ടുപിടിക്കുന്ന ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ലൈക്ക് എന്നുള്ള വേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതുപോലെ അത് സംതിങ് ലൈക്ക് സംതിങ് എൽസ്, അല്ലെങ്കിൽ സംതിങ് ആസ് സംതിങ് എൽസ്. അബിയ ലുക്ക് ലൈക്ക് എ ക്വീൻ. അബിയ ഒരു രാജ്ഞിയെ പോലെ തോന്നിക്കുന്നു. ലൈക്ക് എന്ന് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത്. രാജ്ഞിയുമായിട്ട് അബിയയെ കമ്പയർ ചെയ്തതാണ്. അപ്പം ലൈക്ക് എന്നുള്ള കമ്പാരിസൺ ഉണ്ടെങ്കിൽ അത് സിമിലിയായി. ഇനി അബിയ ഈസ് എന്താ വേണം? ബാക്കി എന്തോ ചേർക്കണം? എന്താ ചേർക്കണം? അബിയ ഈസ് എന്തുവാ? ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവിടെ ലൈക്ക് പിന്നെ പറയില്ല. അബിയ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവിടെ ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സിമിലിയായി. അബിയ ഈസ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ, ഈസ് എന്ന് പറഞ്ഞാൽ അത് മെറ്റഫോറിലോട്ട് പോകും. ഇപ്പോൾ സിമിലി മെറ്റഫോറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും. അത് തന്നെ ഒരു കമ്പാരിസനാണ്. സിമിലി മെറ്റഫോറും തമ്മിലുള്ളതായ കമ്പാരിസൺ തന്നെ അവിടെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഏറ്റവും താഴത്തെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി. ബോബ് കാണുന്നുണ്ട് ഏറ്റവും താഴത്തെ എക്സാമ്പിൾസ്. ഇവിടെ ഏറ്റവും താഴെ ബോബ് ഈസ് ആസ് ബ്രേവ് ആസ് ലയൺ. അത് സിമിലിയാണ്. ആസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിരിക്കുക. എന്നാൽ ബോബ് ഈസ് എ ലയൺ എന്ന് പറഞ്ഞാൽ എന്തായി? മെറ്റഫോറാണ്. ശരിക്കും ബോബ് ലയൺ ആണോ? ലയൺ അല്ല, പക്ഷെങ്കിൽ ലയൺ ആണ് എന്നങ്ങ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈസ് വെച്ചിട്ടാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ അത് മെറ്റഫോറായി. ദ പിസ്സ ഈസ് ആസ് ഹോട്ട് ആസ് എ ഫയർ. ആസ് വെച്ചിട്ട് കമ്പയർ ചെയ്താൽ അത് സിമിലിയായി. ദ പിസ്സ ഈസ് എ ഫയർ എന്ന് പറഞ്ഞാൽ ഈസ് വെച്ച് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അത് മെറ്റഫോറായി. ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രീം. ലൈക്ക് എ ഡ്രീം സിമിലിയായി. ലൈഫ് ഈസ് എ ഡ്രീം ഈസ് വെച്ചാൽ കമ്പയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മെറ്റഫോർ. എ വന്നാലൊന്നും ഒരു പ്രശ്നമല്ല. ഒന്നുമല്ല പ്രശ്നം. ലൈക്ക് അല്ലെങ്കിൽ അസ് എന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ലൈക്ക് അല്ലെങ്കിൽ അസ് എന്നുള്ള ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് സിമിലിയായിട്ട് കൺസിഡർ ചെയ്യാം. എന്തോ ആക്ടിവിറ്റി 1 ബുക്കിൽ എഴുതണം. ഇനി ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ആക്ടിവിറ്റി 2 എന്താണ്? ഐഷ ഒന്ന് വായിച്ചേ. ഐഷ സുഭാഷ് പെട്ടെന്ന് വായിക്കേ. ഐഷ എന്ത്? ഐഷ സുഭാഷ് എന്ത് ഇവിടെ ഇല്ലേ? ഐഷ സുഭാഷ് അവിടെ പോയി. ഏഞ്ചൽ ആൻഡ് മാത്യു
ഏഞ്ചൽ, മനക്കയില്ല. അങ്കിത, ഏഞ്ചൽ വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2 ക്വസ്റ്റ്യൻ വായിച്ചേ. ലീഡ് ദ റീഡേഴ്സ് images often senses of sight. Pick out the instances of auditory. അത് നേരത്തെ ഒന്ന് പറഞ്ഞു. ഏതൊരു പോം എടുത്താലും അതിൽ വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജസ് ഉണ്ടെന്ന് പറഞ്ഞു. വിഷ്വൽ ഇമേജസിനെ നമ്മൾ വേർഡ് പിക്ചേഴ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഓഡിറ്ററി ഇമേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ പോയമായി ബന്ധപ്പെട്ട്? ഹാർഷ് തണ്ടർ. തണ്ടർ എന്ന് പറയുന്നത് എന്താ? തണ്ടർ എന്ന് വെച്ചാൽ എന്താ? ഇടി. ഹാർഷ് തണ്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കരമായ ഇടി അല്ലേ? റഫായിട്ട് ഭയങ്കര അതിഭയങ്കരമായ ഇടി. അപ്പം നമ്മുടെ മനസ്സിൽ വന്നേരം നമ്മുടെ കാതുകളിലും അപ്പോൾ ആ ഇടിയുടെ മുഴക്കം നമുക്ക് വന്നേരം ഒന്ന് ഫീൽ ചെയ്യത്തില്ലേ? ഫീൽ ചെയ്യോ? അപ്പം അതൊരു ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ ഹാർഷ് തണ്ടർ എന്തോ ഒരു മിനിറ്റ് ഇതുകൂടെ പറഞ്ഞു നിർത്താം പെട്ടെന്ന്. അപ്പോൾ ഹാർഷ് തണ്ടർ എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററി ഇമേജ് ആണ്. നിങ്ങളോട് ചെന്നിട്ടേ ടീച്ചർ തുടങ്ങത്തുള്ളൂ. ഹാർഷ് തണ്ടർ എന്ന് പറയുന്നൊരു ഓഡിറ്ററി ഇമേജ് ആണ്. ഇതുപോലെ വിഷ്വൽ ഇമേജസ് ഉണ്ട് അവിടെ. ഏതൊക്കെയായിട്ട് പറയാമോ? ഒരെണ്ണം പറയാമോ? ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളുക. എന്തോ സൺ ഒരു വിഷ്വൽ ഇമേജ്. സണ്ണിന്റെ എന്തെങ്കിലും പ്രത്യേകത പറയുന്നുണ്ടോ അവിടെ? സൺസെറ്റ് സ്പ്ലെൻഡർ. സൺസെറ്റിന്റെ ക്രിംസൺ ആ ഡീപ്പ് റെഡ് കളർ നമ്മുടെ മനസ്സിൽ വരും അല്ലേ? സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അതുപോലെ തന്നെ റെയിൻബോ സൈൻ. അതും ഒരു ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ തിളങ്ങുന്നത്. അതും നമുക്ക് എന്താ വിഷ്വൽ ഇമേജിന്റെ കൂട്ടത്തിലോട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോണം. അതും ബുക്കിൽ എഴുതണേ. ഇനി മൂന്നാമത്തത്, ഇതൂടെ ആകുമ്പോൾ നമുക്ക് ആ പോയത്തിന്റെ സംഭവങ്ങളെല്ലാം തീരും. മൂന്നാമത്തത്, റൈറ്റ് ഡൗൺ വേർഡ്സ് ഫ്രം ദ പോം റിലേറ്റഡ് ടു ട്രാൻസിയൻസ് ആൻഡ് എറ്റേണിറ്റി. അത് ക്ഷണികതയും അത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ചെയ്തിരുന്നാൽ മതി. ഈ പോമിൽ നിന്നും ക്ഷണികത, അത് അല്പം മാത്രം, കുറച്ച് നാൾ മാത്രം നിലനിൽക്കുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ഷണികമായിട്ടുള്ളതാണ് നമ്മുടെ ഏതൊക്കെ? ഏതൊക്കെയാ? യൂത്ത്, വെൽത്ത്, ലൈഫ്. ഇതൊക്കെ ക്ഷണികമാണ് അല്ലേ? എന്നാൽ എറ്റേണിറ്റി ആണ് ഏതൊക്കെ? ബ്യൂട്ടി, ആർട്ട്. അതൊക്കെ എന്താണ്? എറ്റേണലാണ്. എന്നും ഓർമ്മയിൽ നിൽക്കുന്നത്. ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, താജ്മഹലിന്റെ സൗന്ദര്യം എന്നും എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ചെയ്തിരുന്നാൽ മതി. ഓക്കെ. അപ്പം ഇത്രയും നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠത്തിലുണ്ടായിരുന്നത്.